പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഈശോ വരുവാനുള്ള വഴിയൊരുക്കുവാൻ പഴയ നിയമം ആവശ്യമായിരുന്നു എന്നാണ്. കാരണം ദൈവത്തിന്റെ മക്കളെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ഈശോ ആഗ്രഹിച്ച് യഹൂദനായി പിറന്നുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മക്കളായി നമ്മൾ മാറുമ്പോൾ യേശു ശിഷ്യനായി നമ്മൾ മാറുകയാണ്. കാരണം ക്രിസ്ത്യാനി വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അന്ത്യോക്യയിലൂടെയാണ്. പ്രിയ മക്കളെ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. അതുവരെയും യഹൂദനായി അറിയപ്പെട്ടത്. അതുകൊണ്ട് പ്രിയ മക്കളെ, യേശുവിന്റെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്ത്യാനിയായി ഞാൻ മാറുന്നത് ക്രിസ്തു സഹിച്ച വഴികളിലൂടെ പോകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിറന്നത് കാര്യത്വത്തിലാണെങ്കിൽ ഞാൻ പിറന്നത് എവിടെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വന്ദനം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അവന്റെ ജന്മം കാര്യത്വത്തിലാണെങ്കിൽ എന്റെ ജന്മം എവിടെയാണെന്ന് തിരിച്ചറിയുന്ന ജീവിതമാകുവാൻ ക്രിസ്ത്യാനി ആരംഭിക്കുമ്പോഴാണ് അവന്റെ പുൽത്തൊഴുത്തുള്ള ജീവിതത്തോട് താതാത്മ്യപ്പെടുവാൻ എന്നെയും നിന്നെയും ദൈവം ഒരുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പുൽത്തൊഴുത്തുള്ള പിറന്ന ദൈവത്തോട് താതാത്മ്യപ്പെട്ടുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നത് ഇടുങ്ങിയ വഴിയാണ്. കാരണം വിശാലമായ വഴി ഈ ലോകത്തുള്ളവർക്കാണ്. അതിലേ പോകാൻ വളരെ കുറച്ച് ജനങ്ങളെ ഉണ്ടാവുമെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയ മക്കളെ, യേശുവിനെ പോലെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആ യോസേഫ് പിതാവ് മകനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയതുപോലെ നിന്റെ മകനെയും മക്കളെയും കുടുംബത്തെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകുവാൻ നിന്നെ ദൈവം നിന്നോട് ദൈവം ആജ്ഞാപിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.